തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കൊലവിളി പ്രസംഗവും അധിക്ഷേപ പരാമർശങ്ങളുമായി CPM ലീഗ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ രംഗത്ത് വരികയാണ്. കോഴിക്കോട് ഫറോക്കിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPMന്റെ കൊലവിളി. മലപ്പുറത്ത് വനിതാ ലീഗിലെ സ്ത്രീകൾക്കെതിരെ LDF സ്ഥാനാർത്ഥി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ കാല് തല്ലി ഒടിക്കുമെന്നതാണ് യൂത്ത് ലീഗ് പ്രാദേശിക നേതാവിന്റെ കൊലവിളി പ്രസംഗം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ അക്രമ സംഭവങ്ങളും ഭീഷണി പ്രസംഗങ്ങളും വ്യാപകമാവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഭീഷണി പ്രസംഗം കോഴിക്കോട് ഫറൂഖിലാണ്. പ്രകോപനം തുടർന്നാൽ മുസ്ലിം ലീഗിന് ഫറൂഖിൽ കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി പ്രസംഗം. ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. വനിതാ ലീഗ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വന്നതിനെതിരെയാണ് മലപ്പുറത്ത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അധിക്ഷേപ പരാമർശം. അന്യാണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ന കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം വന്ന രാത്രിയിൽ കണ്ണൂർ പാനൂരിൽ വടിവാൾ സംഘം അക്രമം നടത്തിയതിൽ 5 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. രാമന്തളിയിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിലും പയ്യന്നൂരിൽ UDF ഓഫീസിനു നേരെ അക്രമം നടത്തിയ സംഭവത്തിലും പ്രതികളെ പിടികൂടാനുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ശിഹാബുദ്ദീനും നടത്തി കൊലവിളി പ്രസംഗം. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവരെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തട്ടി മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പ്രാദേശികമായി വിവിധ സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അത്തരം സംഘർഷങ്ങളുടെയും തർക്കങ്ങളുടെയും ബാക്കിയാണ് ഫലം വന്ന് 2 ദിവസം കഴിയുമ്പോഴും തുടരുന്നത്. എന്നാൽ CPM നേതൃത്വമോ മുസ്ലിം ലീഗ് നേതാക്കളോ ഇതുവരെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.